എല്ലാവർക്കും നമസ്കാരം. ഹരികൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു. ഓം നമോ നാരായണായ. ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ വീട്ടിലെ അമ്മയാണ് അല്ലേ? മക്കൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും ഭഗവാൻ നേരിട്ട് സ്വീകരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. വൈശാഖ മാസം പകുതിയിലേറെ ആയിരിക്കുന്നു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സമയം പലരും ചോദിക്കാറുണ്ട്, മോളെ ഇതുവരെ എനിക്ക് വ്രതങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പ്രായത്തിന്റെ അവശതകൾ കൊണ്ട് പുലർച്ചെ കുളിക്കാനോ അമ്പലത്തിൽ പോകാനോ ഒന്നും സാധിക്കുന്നില്ല, എനിക്കിനി ഈ പുണ്യം കിട്ടില്ലേ? വൈശാഖ മാസ പുണ്യം എല്ലാവരും നേടുന്നുണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റുള്ള കുളി എന്ന് പറയുന്നത് ഗംഗാസ്നാനത്തിന് തുല്യമാണെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. ധാരാളം വ്രത ദിവസങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന പുണ്യമാസമായിരുന്നു ഈ വൈശാഖ മാസം. പക്ഷെ മിക്ക വ്രതങ്ങളും ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല ആരോഗ്യ പ്രശ്നം മൂലം എന്നൊക്കെ ധാരാളം അമ്മമാർ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ വ്രതത്തിന്റെ പുണ്യം, ഈ വൈശാഖ മാസത്തിന്റെ പുണ്യമൊന്നും ജീവിതത്തിൽ ചേർന്ന് കിട്ടുകയില്ലേ എന്ന് സംശയിക്കുന്ന ധാരാളം അമ്മമാരുണ്ട്. ഈ അമ്മമാരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലും ഭഗവാന്റെ ഒരു നിമിത്തമാണ് കേട്ടോ. ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലാച്ചാലും ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നിങ്ങളുടെ കുടുംബത്തിലേക്കും മക്കളുടെ ജീവിതത്തിലേക്കും ഭഗവാന്റെ അനുഗ്രഹ വർഷം ലഭിക്കാനായിട്ട്. മനസ്സുരുകി അമ്മയൊന്ന് വിളിച്ചാൽ മഞ്ചാടി വാരിയിടുന്ന കണ്ണൻ ഓടി അരികിൽ എത്തുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. മക്കളുടെ ഭാവി ഓർത്ത്, അവരുടെ ജോലിയെയോ വിവാഹത്തെയോ ഓർത്ത് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഓരോ അമ്മയ്ക്കുമുള്ള ഉത്തരമാണ് കേട്ടോ ഈ വീഡിയോ. ഇനി ബാക്കിയുള്ള വൈശാഖ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഒരു വർഷത്തെ മുഴുവൻ ഫലവും നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. പലരും ചോദിക്കാറുണ്ട്, മോളെ വൈശാഖ മാസം മെയ് 16 കഴിയുകയല്ലേ, ഇനിയിപ്പോൾ തുടങ്ങിയിട്ട് കാര്യമുണ്ടോ എന്ന്. അമ്മമാരെ, ഭഗവത് ചിന്തയ്ക്ക് സമയപരിധിയില്ല കേട്ടോ. ഉത്തരേന്ത്യൻ കലണ്ടർ പ്രകാരം മെയ് 16 ഒരു ഘട്ടമായി കണക്കാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വിശ്വാസം അനുസരിച്ച് ആചാര്യന്മാർ പറയുന്നുണ്ട്, ഇടവത്തിലെ പൗർണമി വരെ, അതായത് ഈ മെയ് 31 വരെ വൈശാഖ പുണ്യം നിലനിൽക്കുന്നുണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് സമയം വൈകിയെന്ന് കരുതി ആരും വിഷമിക്കേണ്ടതായിട്ടില്ല. മെയ് 16 അമാവാസിയും കഴിഞ്ഞ് മെയ് 31 ആ പുണ്യ പൗർണമി വരെ നമ്മൾക്ക് സമയമുണ്ട്. ഭഗവാൻ നോക്കുന്നത് നമ്മൾ എത്ര ദിവസം വ്രതമെടുത്തു എന്നല്ല, മറിച്ച് എത്രത്തോളം ശുദ്ധിയോടെ ഭക്തിയോടെ ഭഗവാനെ വിളിച്ചു എന്നാണ്. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നമ്മൾക്ക് ആ പ്രാർത്ഥന തുടങ്ങാവുന്നതാണ് കേട്ടോ. പല മാതാപിതാക്കളും ചോദിക്കാറുണ്ട്, മക്കൾക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? അതായത് ബാങ്കിൽ കുറച്ച് പണം നിക്ഷേപിക്കുന്നതാണോ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പല മാതാപിതാക്കളും ആചാര്യന്മാരോട് ചോദിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ടല്ലേ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാമജപത്തിന്റെ പ്രാധാന്യമാണ്. ഈ ഒരു കലിയുഗത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, മക്കളെ കൊണ്ട് ഒരു ദിവസം 10 മിനിറ്റ് നാമം ജപിക്കുന്ന ഫലം എന്ന് പറയുന്നത് നമ്മൾ എത്രയോ ലക്ഷങ്ങൾ ബാങ്കിൽ ഒരു ഫിക്സ്ഡ് ആയിട്ട് ഇടുന്നതിലും പുണ്യം നമ്മൾക്ക് നേടിത്തരും, ജീവിതത്തോട് ചേർത്ത് തരും എന്നാണ് ഭഗവാൻ പോലും നമ്മൾക്ക് മുൻപിൽ കാട്ടിത്തരുന്നത്. കാരണം ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ നന്മയുടെ വഴിയിലേക്ക് നടത്തുന്നതാണ്. അവർക്ക് മറ്റുള്ളവരോട് കരുണ തോന്നാനും തെറ്റായ വഴികളിൽ പോകാൻ അവർക്ക് ഭയം തോന്നിക്കാനും ഒക്കെ ഈ നാമജപം, അതുവഴിയുള്ള ഈശ്വര വിശ്വാസം അവരെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മക്കളെ വെറും പണം സമ്പാദിക്കുന്ന യന്ത്രങ്ങളായിട്ട് വളർത്താതിരിക്കാൻ നമ്മൾക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിന്റെ മക്കളായിട്ട് വളർത്താൻ ശ്രമിക്കുക. അവർക്ക് വേണ്ടി നിങ്ങൾ ചൊല്ലുന്ന ഓരോ നാമവും അവർക്ക് ചുറ്റുമുള്ള ദിവ്യ കവചമാണ്. അപ്പോൾ അമ്മമാർ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക മക്കൾക്ക് വേണ്ടി എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമ്മൾ പറഞ്ഞ ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ വീട്ടിലെ അമ്മയാണെന്നത്. മക്കൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും ഭഗവാൻ നേരിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ കൂടി സ്വീകരിക്കുകയാണ് ചെയ്യുക. വൈശാഖ മാസത്തിൽ അതുകൊണ്ട് തന്നെ പുലർച്ചെ എഴുന്നേറ്റിട്ട് ദീപം തെളിയിച്ച് ഓം നമോ നാരായണായ എന്ന് ജപിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നിങ്ങളുടെ പൂജാമുറിയിലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മമാരെ ക്ഷണിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ പറഞ്ഞു ഈ വൈശാഖ മാസത്തില് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റുള്ള സ്നാനം എന്ന് പറയുന്നത് ഗംഗാസ്നാനത്തിന് തുല്യമാണ്. ഇനിയും അതിരാവിലെ കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള അമ്മമാരാണെങ്കിലും കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ അശുദ്ധിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടൊന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകിയാലും മതിയാവും. പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുന്നതിന് അതൊരു തടസ്സമല്ല കേട്ടോ. ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേറെ അശുദ്ധിയൊന്നും തലേദിവസം ഇല്ല, തലേദിവസം നമ്മൾ രാത്രിയിൽ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ല, വേറെ അശുദ്ധിയൊന്നും ഇല്ലാച്ചാല് പ്രായമുള്ള അമ്മമാർക്കൊക്കെ രാവിലെ ഒന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വിളക്ക് കൊളുത്തായിട്ടോ, അതിനൊന്നും യാതൊരു തടസ്സവുമില്ല. അങ്ങനെ ഓം നമോ നാരായണായ ചൊല്ലിക്കൊണ്ട് ദീപം തെളിയിച്ചോളൂ. ഈ വൈശാഖ മാസം തീരുന്നതിന് കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ടല്ലോ. ആ ഒരു പുണ്യം ഇതുവരെ വ്രതമൊന്നും നോൽക്കാത്ത അമ്മമാർക്ക് ഈ ഒരു മാസം മുഴുവൻ വ്രതം നോറ്റാൽ ഉള്ള പുണ്യം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും.
ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു നേരമെങ്കിലും മുടങ്ങാതെ നാമജപം നടത്തുക. വൈകിട്ട് നമുക്ക് തുളസി തറയിൽ വിളക്ക് തെളിയിച്ച് മക്കളുടെ പേരും നാളും പറഞ്ഞ് ഭഗവാനോട് ആ ഒരു സമയം പ്രാർത്ഥിക്കാവുന്നതാണ്. ആ പ്രാർത്ഥന ഒരിക്കലും വിഫലമാവില്ല കേട്ടോ. നാമജപം എന്ന് കേൾക്കുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഇതൊക്കെ വെറും വാക്കുകളല്ലേ എന്നല്ലേ. എന്നാൽ നാമജപത്തിലൂടെ തളർന്നുപോയ ജീവിതങ്ങൾ തിരിച്ചുപിടിച്ച എത്രയോ അനുഭവങ്ങൾ നമ്മൾക്ക് മുൻപിലുണ്ടല്ലേ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പോലും ഭഗവാന്റെ നാമം കേൾക്കുന്നതിലൂടെയും ജപിക്കുന്നതിലൂടെയും മാറ്റങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അമ്മമാരെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ നാമം ജപിക്കുമ്പോൾ അത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു കവചമായിട്ട് മാറുകയാണ്. ഓം നമോ നാരായണായ എന്ന 8 അക്ഷര മന്ത്രം, നമ്മുടെ അഷ്ടാക്ഷരി മന്ത്രത്തിന് ഏതൊരു പ്രതിസന്ധിയെയും മാറ്റാനുള്ള ശക്തിയുണ്ട്. വൈശാഖ മാസത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു നാമം ജപിക്കുമ്പോൾ അതിന്റെ ഫലം നമ്മൾക്ക് ലഭിക്കുന്നത് ഇരട്ടിയാണ് എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനി മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ വഴിപാടിനെ കുറിച്ചിട്ട് ഞാൻ പറയാട്ടോ. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലും ഗുരുവായൂരിലും അതിരാവിലെ നിർമാല്യ ദർശനത്തിന് ശേഷം ഭഗവാന് നിവേദിക്കുന്ന ഒന്നാണ് ത്രിമധുരം. പഴം, പഞ്ചസാര അല്ലെങ്കിൽ തേൻ, കൽക്കണ്ടം, മുന്തിരി, നെയ്യ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഈ നിവേദ്യം വെറും ഒരു പ്രസാദമല്ലേട്ടോ. പഠനത്തിൽ പിന്നിലായ കുട്ടികൾക്കും ഏകാഗ്രത കുറഞ്ഞവർക്കും രാവിലെ കുളിച്ച് തൊഴുത് ഈ പ്രസാദം ആദ്യം സേവിക്കുന്നത് വലിയ ബുദ്ധിശക്തി നൽകുന്നതാണ്. നമുക്കറിയാം, കുട്ടികളൊക്കെ ചിലർക്ക് നല്ല മടിയുണ്ടാവും, ബുദ്ധിയൊക്കെ ആവശ്യത്തിലധികം ഉണ്ടാവും, എന്തായാലും നല്ല മടിയുണ്ടാവും പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ആ ഒരു മന്ദതയൊക്കെ മാറി പഠനത്തിലൊക്കെ ഉത്സാഹം കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതിരാവിലെ കുളിച്ച് ഭഗവാനെ തൊഴുത്ത് പ്രാർത്ഥിച്ച് ഈ ഒരു പ്രസാദം, അതായത് മറ്റെന്തെങ്കിലും കഴിക്കുന്നതിന് മുൻപേ കുഞ്ഞുങ്ങൾ ഈ ഒരു പ്രസാദം കഴിച്ചാൽ നല്ല ബുദ്ധിശക്തിയും ഏകാഗ്രതയും ഒക്കെ കുട്ടികൾക്ക് കിട്ടുന്നതാണ്. ഇനി ജോലി തടസ്സങ്ങൾ മാറാനായിട്ട്, പഠനമൊക്കെ പൂർത്തീകരിച്ചിട്ട് ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ നിൽക്കുന്ന ധാരാളം മക്കളുള്ള അമ്മമാരുണ്ടാവും അല്ലേ. അത്ര കഠിനമായി പരിശ്രമിച്ചിട്ടും വിജയിക്കാത്തവരുണ്ടാകാം. PSC പരീക്ഷകളൊക്കെ ധാരാളം എഴുതുന്നവരുണ്ടാവാം. ഇവരൊക്കെ ഒരു മണ്ഡലകാലം, അതായത് ഒരു 41 ദിവസം അല്ലെങ്കിൽ ഈ വൈശാഖ മാസത്തിലെ ബാക്കിയുള്ള ദിവസങ്ങളുണ്ടല്ലോ, മുടങ്ങാതെ ഈ ത്രിമധുരം വഴിപാടായിട്ട് കഴിച്ചിട്ട് സേവിക്കുക. ഏറ്റവും ഐശ്വര്യമാണ്. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൈവെള്ളയിലെത്തും എന്നതിന് യാതൊരു സംശയവുമില്ല. ഈ ഒരു സമയത്ത് നമ്മൾക്ക് മത്സ്യ മാംസാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം കേട്ടോ. ഈ വഴിപാട് കഴിക്കുന്ന സമയങ്ങളിൽ സസ്യാഹാരം മാത്രം കഴിച്ച് വ്രതശുദ്ധിയോടെ ഇരിക്കുന്നത് നമ്മൾക്ക് ഫലം വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി മക്കളുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അമ്മമാരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മക്കളുടെ വിവാഹ കാര്യം, അവരുടെ ആരോഗ്യകാര്യം, ഇവയൊക്കെയാണല്ലേ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മക്കൾക്ക് വേണ്ടി ഭഗവാന്റെ ധന്വന്തരി ഭാവത്തെ ധ്യാനിച്ച് ഈ ത്രിമധുരം പ്രസാദമായിട്ടും നൽകാവുന്നതാണ്. വൈശാഖ മാസത്തിലെ ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വീട്ടിൽ ഉമാമഹേശ്വര പൂജ സ്മരിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അതുപോലെ മഞ്ഞ പൂക്കൾ കൊണ്ട് ഭഗവാൻ അർച്ചന നടത്താൻ മക്കളോട് പറയുകയും ചെയ്യുക കേട്ടോ. ഈ ഒരു വിവാഹ തടസ്സമൊക്കെ ഏറ്റവും വേഗം മാറിയിട്ട് നല്ലൊരു ബന്ധം എത്രയും പെട്ടെന്ന് തന്നെ മക്കളുടെ ജീവിതത്തോട് ചേർത്ത് ഭഗവാൻ തരുന്നതായിരിക്കും. വിവാഹ തടസ്സങ്ങൾ ഉള്ളവർ സ്വയംവര പുഷ്പാഞ്ജലി കഴിക്കുന്നതിനൊപ്പം ഭഗവാന് വെണ്ണ ചാർത്തി കൂടി പ്രാർത്ഥിക്കുക കേട്ടോ. പഠിച്ചിറങ്ങിയിട്ടും ജോലി കിട്ടാത്ത മക്കൾ അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ നഷ്ടം നേരിടുന്നവർ, ഇവർക്ക് വേണ്ടിയിട്ട് അമ്മമാർക്ക് ഈ വൈശാഖ മാസത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി കഴിക്കാവുന്നതാണ് കേട്ടോ. ഗുരുവായൂരപ്പന് വെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി തടസ്സങ്ങൾ വെണ്ണ പോലെ ഒരുക്കി പോകുമെന്നാണ് വിശ്വാസം. അതുപോലെ പഠനത്തിൽ പിന്നിലായ മക്കൾക്ക് വേണ്ടി സാരസ്വത പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പരീക്ഷാ സമയത്ത് അവർക്ക് ആത്മവിശ്വാസം നൽകാനൊക്കെ ആയിട്ട് ഈ പ്രാർത്ഥനകളും വഴിപാടും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ തീരാത്ത രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, മനസ്സിൽ എപ്പോഴും ഭയമുള്ളവരൊക്കെ ഭഗവാന്റെ ധന്വന്തരി ഭാവത്തെ ധ്യാനിക്കുന്നത് ഏറ്റവും അധികം ഐശ്വര്യമാണ്. വൈശാഖത്തില് പാൽപായസം വഴിപാടായി സമർപ്പിക്കുന്നതും രോഗശാന്തിക്ക് അതീവ ഉത്തമമാണ് കേട്ടോ. കൂടാതെ നമ്മൾ നേരത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞു, ഉപ്പന്റെ സാന്നിധ്യം, അതായത് ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഉപ്പന്റെ സാന്നിധ്യം ഉണ്ടാവും എന്ന് നമ്മൾ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഭഗവാന്റെ ഓരോ ലക്ഷണങ്ങളും നമ്മുടെ വീട്ടിലുണ്ടോ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ നാരദ മഹർഷി ബ്രഹ്മാവിനെ സമീപിച്ചിട്ട് ഏവർക്കും കഷ്ടത നൽകുന്ന ഈ കലിയുഗ ദുരിതത്തിൽ നിന്ന് മുക്തി നേടുന്നത് എങ്ങനെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് ബ്രഹ്മാവ് കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ളതാണെന്ന് ഉപദേശിക്കുകയുണ്ടായി. ഭഗവാന്റെ 16 നാമങ്ങൾ ഭക്തിയോടെ ജപിച്ചാൽ മനസ്സ് സൂര്യനെ പോലെ തെളിഞ്ഞതാവും.
കലിദോഷ നിവാരണ മന്ത്രം അഥവാ കലിസന്തരണ മന്ത്രം എന്നറിയപ്പെടുന്ന ഈ മന്ത്രം ജപിക്കുന്നതിന് പ്രത്യേകിച്ച് നിഷ്ഠകളോ നിയമങ്ങളോ പാലിക്കേണ്ടതില്ല കേട്ടോ. ഏത് സമയത്തും ഭക്തിയോടെ നമ്മൾക്ക് ചൊല്ലാവുന്ന മന്ത്രമാണിത്. എല്ലാവിധ പാപങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഈ മഹാമന്ത്ര ജപത്തിലൂടെ നമ്മൾക്ക് സാധിക്കുന്നതാണ്. മുജ്ജന്മ പാപങ്ങളാണ് ഈ ജന്മത്തില് ഗ്രഹപ്പിഴകളായിട്ട് നമ്മെ ബാധിക്കുന്നത്. ഭക്തിയോടെ ഈ മഹാമന്ത്രം നിത്യവും ജപിച്ചാൽ ഗ്രഹപ്പിഴകളിൽ നിന്ന് മോചനം നേടുകയും ശിവഭക്തന്മാർ ശിവലോകത്തിലും വിഷ്ണു ഭക്തന്മാർ വിഷ്ണു ലോകത്തിലും എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. മനസ്സിലെ ആകുലതകളെയും നിരാശാഭാവത്തെയും ഒരു പരിധിവരെ കുറച്ച് ശുഭാപ്തി വിശ്വാസം നിറയ്ക്കുവാന് ഈ മഹാമന്ത്ര ജപത്തിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വൈശാഖ മാസത്തിൽ ബാക്കി വരുന്ന ദിവസങ്ങളിലെല്ലാം ഈ കലിദോഷ നിവാരണ മന്ത്രം സദാസമയം ചൊല്ലാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. വൈശാഖ മാസത്തിൽ മാത്രമല്ല, വൈശാഖ മാസം തീർന്നാലും നമ്മൾക്ക് എപ്പോഴും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് കലിദോഷ നിവാരണ മന്ത്രം എന്ന് പറയുന്നത്. ഈ 16 നാമങ്ങൾ ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ 16 കലകളെയും അത് ശുദ്ധീകരിക്കുമെന്നാണ് വിശ്വാസം. മക്കൾക്കും ഇത് ചൊല്ലിക്കൊടുക്കുക കേട്ടോ. അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇനി സാധാരണ എല്ലാവരും പറയുന്നതാണ്, ഒന്നും ചെയ്യാത്തവർക്ക്, അതായത് ഭഗവാനിലൊന്നും അധികം വിശ്വസിക്കാതിരിക്കുന്ന പലർക്കും എല്ലാം കിട്ടുന്നുണ്ട്, അവർ നല്ല സുഖ സുഷുപ്തിയിൽ കഴിയുന്നുണ്ട്. എന്നാൽ സദാസമയം ഈശ്വര നാമത്തിൽ നമ്മൾ കഴിയുന്നവർക്ക് എപ്പോഴും ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് മിക്ക അമ്മമാരുടെയും ഉള്ളിലെ ഒരു ചോദ്യമാണല്ലേ. അതായത് നമ്മുടെ പഴയ പാപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മുജ്ജന്മത്തിൽ ചെയ്ത പാപങ്ങളാവാം. ഈ ജന്മത്തിൽ അറിഞ്ഞും അറിയാതെയും ദൈനംദിന ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചില പ്രവൃത്തികൾ മറ്റുള്ളവരെ ചിലപ്പോൾ വേദനിപ്പിക്കുന്നുണ്ടാവാം. നമ്മുടെ ശരികൾ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ശരികളാവണം എന്നില്ലല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അറിഞ്ഞും അറിയാതെയും നമ്മൾ ചില തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടാവാം. ആ പാപങ്ങൾ തീരുന്ന മുറയ്ക്ക് നമ്മളുടെ ഭാഗ്യവും നമ്മളെ തേടിയെത്തുമെന്നാണ് പറയുന്നത്. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ മന്ത്രജപം എന്ന് പറയുന്നത് കേട്ടോ. ഈ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു, ഭഗവാനിലൊന്നും ഒട്ടും വിശ്വാസമില്ലാത്തവർ നല്ല സുഖ സുഷുപ്തിയിലൊക്കെ കഴിയുന്നുണ്ട്, അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അല്ലേ. പക്ഷെ അവർക്കൊരു വീഴ്ച വരുമ്പോൾ അവർക്ക് ചാരാനായിട്ടൊരു തോൾ ഉണ്ടാവില്ല, അവിടെ അവരാകെ തകർന്നു പോകുന്നതാണ്. പക്ഷെ നമ്മൾക്കൊരു മനപ്രയാസം വന്നാലോ നമ്മൾക്കൊരു വീഴ്ച വന്നാലോ നമ്മൾക്ക് ചായാനായിട്ടൊരു തോളുണ്ട്, ഭഗവാന്റെ തോൾ അവിടെ ഉണ്ടല്ലേ. അപ്പോൾ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നവരെ ഭഗവാൻ കുറച്ചധികം പരീക്ഷിക്കും എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും നമ്മളെ കൈവെടിയുമോ ഭഗവാൻ? ഒരിക്കലും നമ്മളെ കൈവെടിയുകയില്ല. ഈ ഒരു സമയത്താണ് നമ്മൾക്ക് നാമജപത്തിൻ്റെ പ്രാധാന്യവും ഭഗവാനോട് നമ്മൾ എത്രമേൽ ചേർന്നിരിക്കാമോ അത്രമേൽ ചേർന്നിരിക്കുന്നതിൻ്റെ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാലതാമസം ഉണ്ടായാലും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് കിട്ടുമെന്ന് പറയുന്നത്. നമ്മുടെ അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം, മുത്തശ്ശിമാരൊക്കെ പറയുന്നത് കേൾക്കാം, കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തേൽ കൊള്ളിച്ചു ഭഗവാൻ എന്ന് പറയും. അതായത് നമ്മൾ വിചാരിക്കും, ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചല്ലോ ഭഗവാനെ, ഞാൻ ഇത്രയും നിന്നെ വിളിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദുഃഖങ്ങളൊക്കെ നീ തരുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സമയത്ത് ഈ മുത്തശ്ശിമാരൊക്കെ പറയുന്ന ഈ ഒരു ചൊല്ലുകളൊക്കെ നമ്മൾക്ക് സ്മരിക്കാവുന്നതാണല്ലേ. ചിലപ്പോൾ അതിലും വലിയൊരു ദുഃഖം വരേണ്ട അവസ്ഥയിൽ നിന്നാവും ഇത്രയും ഒരു ചെറിയ കാര്യങ്ങൾ നൽകി ഭഗവാൻ നിങ്ങളെ പരീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷണ സമയത്ത് നമ്മൾ തോറ്റു പോകാൻ പാടില്ല. ഭഗവാനോട് കുറച്ചും കൂടെ അത്രയധികം ചേർന്ന് നിൽക്കുക. ഒരിക്കലും ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട, അവർക്ക് അത്രയും ഉണ്ടല്ലോ, അവർ ഭഗവാനിലൊന്നും വിശ്വസിക്കാഞ്ഞിട്ടും അവർ അത്രയും നല്ല ഇതിൽ ജീവിക്കുന്നല്ലോ എന്നൊന്നും നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. ഭഗവാൻ നമ്മൾക്ക് തരുന്ന ഓരോ ചെറിയ കാര്യങ്ങളും അത്രയും അനുഗ്രഹമാണ് എന്ന് വിചാരിച്ചിട്ട് ഭഗവാനോട് അത്രമേൽ അടുത്ത് നിൽക്കുക. ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. എൻ്റെ ഗുരുവായൂരപ്പ എന്നൊന്ന് വിളിച്ചാൽ വിളിപ്പുറത്ത് ഭഗവാൻ ഉണ്ട് എന്ന് നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാൻ അവിടെ ഉണ്ടാവും. അതാണ് പറഞ്ഞത്, കുറച്ച് കാലതാമസമൊക്കെ പല കാര്യങ്ങളിലും നമ്മൾ നേരിടുന്നുണ്ടാവാം, പല പല വിഷമങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ടാവാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ മക്കൾക്ക് പഠന കാര്യങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, രോഗദുരിതങ്ങൾ ഉണ്ടാവാം. പക്ഷെ എല്ലാത്തിനും ഭഗവാന്റെ കയ്യിൽ പരിഹാരമില്ലാത്ത ഒരു കാര്യവുമില്ല. അപ്പം നമുക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭഗവാനോട് ചേർന്ന് തന്നെ അങ്ങ് ഇരിക്കാൻ തീരുമാനിച്ചാൽ ഉറപ്പായിട്ടും
സന്തോഷവും സമാധാനവും ഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരും. അതുപോലെ തന്നെ ഇന്ന് പല അമ്മമാരുടെയും വലിയൊരു പേടിയാണ് മക്കൾ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുന്നത്. പഠന ആവശ്യത്തിനായിട്ടും ജോലിക്കായിട്ടും ഒക്കെ വിദേശത്തും നമ്മൾ കേരളത്തിന് പുറത്തും ഒക്കെ ആയിട്ട് ധാരാളം മക്കൾ പോകുന്നുണ്ടല്ലേ. വിദേശത്തോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉള്ള മക്കളുടെ സുരക്ഷയെ ഓർത്ത് ഉറക്കം നഷ്ടപ്പെടുന്ന അമ്മമാർക്ക് ഉത്തമമായ ഒന്നാണ് നരസിംഹ ഉപാസന എന്നത്. മഹാവിഷ്ണുവിന്റെ ഏറ്റവും ശക്തമായ അവതാരമാണ് നരസിംഹമൂർത്തി. നമുക്കറിയാം, വിനാശകരമായ ചിന്തകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഭഗവാൻ മക്കളെ കാത്തിരക്ഷിക്കുന്നതാണ്. അമ്മമാർക്ക് വീട്ടിലിരുന്ന് തന്നെ ഉഗ്രം വീരം മഹാവിഷ്ണു എന്ന് തുടങ്ങുന്ന നരസിംഹ മന്ത്രം 12, 24 അല്ലെങ്കിൽ 36 തവണ ജപിക്കാവുന്നതാണ് കേട്ടോ. ഇത് നിങ്ങളുടെ മക്കൾക്ക് എവിടെ ഇരുന്നാലും ഒരു സുരക്ഷാ കവചം തീർക്കുന്നതാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ കാളിയ മർദ്ദന രൂപം ദർശിക്കുന്നത് നമ്മുടെ ഉള്ളിലെ എല്ലാ ഭയങ്ങളെയും ശത്രുദോഷങ്ങളെയും അകറ്റാൻ സഹായിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അമ്മമാരെ, സമയം കഴിഞ്ഞുപോയി എന്ന് കരുതേണ്ട. ഈ വൈശാഖമാസ പുണ്യം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഒരു തുളസിയില, ഒരു മഞ്ചാടിക്കുരു അല്ലെങ്കിൽ ഒരു നേരം വിശക്കുന്ന ഒരാൾക്ക് നൽകുന്ന ഭക്ഷണം, ഇതിലൂടെ എല്ലാം ഭഗവാൻ പ്രീതനാകും. മക്കൾക്ക് വേണ്ടി അമ്മമാർ ചൊരിയുന്ന ഓരോ തുള്ളി കണ്ണുനീരും ആ തൃപ്പാദങ്ങളിൽ എത്തുക തന്നെ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്കൊരു ആശ്വാസമായെങ്കിൽ മറ്റുള്ള അമ്മമാരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യുക കേട്ടോ. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും സദാസമയം ഉണ്ടാവട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഭവങ്ങളും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി, നമസ്കാരം.